ഹലോ, എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ 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 സ്പെഷ്യലായിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളുടെ ചാനൽ കാണുന്ന സമയത്ത് പലരും പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് സംശയങ്ങളുണ്ട്. അപ്പോൾ ആ സംശയങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോ കാണുന്നതോട് കൂടിയിട്ട് മനസ്സിലാവും, ക്ലിയർ ആകും എന്നുള്ളത് തോന്നുന്നു. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അമ്മമ്മയും അമ്മമ്മയുടെ കുട്ടികളുമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വിചാരിച്ചു അങ്ങനെ ഒരു വീഡിയോ ആവട്ടെ എന്നുള്ളത്. നമ്മൾ ശരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലേ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകുക എന്നുള്ളത്. പക്ഷേ അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. അപ്പോൾ അതങ്ങനെ അത് നടന്നില്ല വെച്ചെങ്കിൽ കൂടി നമ്മൾ ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഇതിൽ നിന്ന് ഒരു ബ്രേക്ക് അതൊക്കെ എല്ലാവരും ആഗ്രഹിക്കും. അപ്പോൾ അതിന് നമുക്ക് സാധിക്കും. എന്തായാലും നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ സിബ്ലിങ്സ്, നമ്മളുടെ കൂടെ പിറപ്പുകളുടെയൊക്കെ കൂടെ ഒരു ദിവസം, അതിപ്പോൾ പലരും പല സ്ഥലത്തും അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും കൂടി ഒരു ദിവസം ഒന്നിച്ച് ഒരു വീട്ടിൽ നിൽക്കുമ്പോഴത്തെ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും. ഭയങ്കര രസമായിരിക്കും അതല്ലേ. പാറുവിനും മൃദുവും ശരിക്കും കഥകൾ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമുണ്ട്. പ്രത്യേകിച്ച് അമ്മാമ്മ വരുന്ന സമയത്ത്. അമ്മാമ്മ വരുമ്പോൾ ഇതുപോലെ കുറേ കുഞ്ഞു കഥകളും അതുപോലെ കുസൃതി ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് നിറയെ അങ്ങനത്തെ കാര്യങ്ങളായിട്ടാണ് വരിക. അപ്പോൾ അതിങ്ങനെ കേട്ട് ചുറ്റും ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക്. ഇപ്പോൾ അത് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടി. നമ്മളുടെ വീഡിയോയിൽ എത്ര പ്രാവശ്യം എല്ലാവരുടെയും കാണിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോഴും പലരും ചോദിക്കുന്നുണ്ട് അമ്മമ്മയ്ക്ക് എത്ര മക്കളാണ്. അമ്മമ്മ എന്നോട് പറഞ്ഞത് 3 മക്കൾ. 3 മക്കള് ദാ ഇരിക്കണു. അതെ ദാ ഇരിക്കണു. സീമന്തപുത്രി ദേ ഇരിക്കണ അടുത്ത്. ഇതെന്താ പറയാ, കുഞ്ഞേ കുട്ടി. അതെ, അപ്പം ഇനി സംശയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. കാരണം ഞാൻ എല്ലാത്തിലും ചോദിക്കും 2 പെൺമക്കളാണോ, അപ്പോൾ പിന്നെ മറ്റേതാരാ എന്നൊക്കെ കൊണ്ട് ചിലരൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. ഇന്നിപ്പോൾ അമ്മമ്മയും 3 മക്കളും എല്ലാവരും കൂടെ ഇവിടെ അങ്ങോട്ട് കിട്ടിയതാണ്, ഒത്തുകൂടിയതാണ്. അപ്പം ഇരുന്ന് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുരാണം തന്നെയാണ്. ആ അതെ, ഒരു വയ്യായി അറിയില്ല, ഒരു വിഷമം അറിയില്ല, ഒന്നും അറിയില്ല. അതന്നെ സന്തോഷം. കഥ തുടങ്ങട്ടെ. അങ്ങനെ പണിക്കര് വരുന്നത് വീട്ടുകാർ കണ്ടു, ദൂരത്തുനിന്ന് പാടത്തിൽ കൂടെ കണ്ടു. പടിപ്പര അവിടെ എത്തിയിട്ട് നോക്കുമ്പോൾ പിന്നെ പണിക്കരെ കാണാനില്ല. അപ്പോൾ ഈ വീട്ടുകാരെന്ത് വിചാരിച്ചു, വല്ല മൂത്രമൊഴിക്കാനോ അല്ലെങ്കിൽ കുളത്തിലിറങ്ങി കയ്യും കാലും കഴുകിയിട്ടോ അവിടെ പാടത്തുനിന്ന് കഴുകിയിട്ട് വരുമോ, എങ്ങനെ നോക്കിയിട്ടും പണിക്കർ വരുന്നതാണ്. ഇവരാണെങ്കിൽ വീട്ടിൽ കാത്തിരിക്കുക. പണിക്കർ വരുന്നത് കണ്ടു, പണിക്കർ ഇങ്ങോട്ട് എത്തിയിട്ടുമില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഈ രാവിലെ ഈ വീട്ടിലെ കന്നുകളെ വിട്ടിട്ടാണ് പാടത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ അന്നൊക്കെ ഈ കുറേ പോത്തുകളുണ്ടാകുമ്പോൾ തിരിച്ചറിയാം, നമ്മൾ മനുഷ്യന്മാർക്ക് പേരിടുന്ന മാതിരി ഈ കന്നുകൾക്കൊക്കെ ഒരു പേരിടും. അതായത് നിറത്തിനനുസരിച്ചിട്ട്. കറുത്ത ഇതാണെങ്കിൽ കാരിപ്പോത്ത് എന്നൊക്കെ പറയും. അല്ല നല്ല കറുപ്പൊന്നൊക്കെ ആണെങ്കിൽ അതിനെ കാട്ടിപ്പോത്ത് എന്ന് വിളിക്കും. അതിൻ്റെ കൊമ്പൊക്കെ അങ്ങനെ മട്ടച്ചിട്ടാവും. പിന്നെ വെളുത്ത പോത്താണെങ്കിൽ അതിനെ ചെമ്പൻ പോത്ത് എന്ന് പറയും. അങ്ങനെ ഓരോരോ പേരിടും, ഓരോരോ ആകൃതിക്ക് അനുസരിച്ചിട്ട്. മട്ടം അങ്ങനെ പലരും പല പേരിടും ഇതിൻ്റെ ഈ സാധനത്തിൻ്റെ പോത്തിൻ്റെ ആകൃതിക്ക് അനുസരിച്ചിട്ട്. അങ്ങനെ പണിക്കാരൻ കണ്ണൊക്കെ പൂട്ടി വിട്ട് തേച്ച് കഴുകി നിങ്ങളെയും കണ്ട് വീട്ടിലേക്ക് വരികയാണ്. അപ്പോഴും പണിക്കർ ചെറിയതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മഴക്കാലത്താണ് പണിക്കർ വരുന്നത്. ഈ കൊടയാണ്, ശീലക്കൊടയല്ല, ഈ ഓലക്കൊടയാണ്. അതിങ്ങോട്ടാണ് വരുന്നത്. അത് മടക്കാൻ പറ്റില്ല, അങ്ങനെ റൗണ്ടിലുള്ള ഒരു കൊടയാണ്. ഒരു കാലും ഉണ്ടാവും. ഈ പണ്ടൊക്കെ അത് സാധാരണ ഈ മനക്കിക്കാരുടെ അടുത്തൊക്കെ ഉണ്ടാവും. അവരത് ചൂടിയിട്ടാണ് കുളിക്കാനൊക്കെ അതേ മതി. അങ്ങനെ പണിക്കരുടെ അടുത്ത് ഈ കൊടയാണ്, ഇത് മടക്കാൻ പറ്റില്ലല്ലോ. പണിക്കർ ഈ കൊടയും പിടിച്ചിട്ട് ഇങ്ങനെ ചുവടിൽ വെച്ചിട്ട് ഇങ്ങനെ വന്ന് അങ്ങോട്ട് കിടക്കുമ്പോൾ പണിക്കരെ പോവും, കൊട പോവില്ല. അപ്പോൾ പണിക്കർ പിന്നാക്കം തന്നെ വരും. പിന്നെ അപ്പോൾ ഇങ്ങനെ വെച്ച കുറേ പണിക്കരെ നിർത്തി പിടിക്കും, ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ട് പോവും. അപ്പോഴും കുട പോവില്ല, പണിക്കരെ പോകും. അപ്പോഴും വീണ്ടും പണിക്കര് വരും. എങ്ങനെ പണിക്കര് പണി നോക്കിയിട്ടും ഈ പടിപ്പര അങ്ങോട്ട് കിടക്കാൻ പറ്റണില്ല. പണിക്കര് അവിടെ കിടന്ന് കുടുങ്ങി കളിക്കുക. അപ്പോഴാണ് ഈ പോത്തിനെ പൂട്ടിയിട്ട് പണിക്കാരൻ പോത്തുകളൊക്കെ വിട്ടിട്ട് വീട്ടിൽ കൊണ്ടുവന്നാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിലത്തെ ഒരു പോത്ത് അതിൻ്റെ കൊമ്പ് ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ പിന്നാക്കുന്ന. അപ്പോൾ അതിന് ചട്ടിപ്പോത്ത് എന്ന് പറയും. കാരണം വലിയ കൊമ്പാണ് അതിങ്ങനെ പകച്ച് നിൽക്കുമ്പോൾ. ഈ പോത്തുണ്ട് വന്നു, മറ്റുള്ള പോത്തുകൾ കിടന്നപ്പോൾ ഈ പോത്ത് വന്നിട്ട് എന്ത് കാട്ടിട്ടുണ്ട്, ഈ കൊമ്പ് ഇങ്ങനെ കുറക്കില്ല, തല ചരിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് പോത്തങ്ങോട്ട് പോയി. അപ്പം പണിക്കാർക്ക് മനസ്സിലായി അത് പോയത് ഇങ്ങനെയല്ല. അപ്പം എൻ്റെ കുടന്ന് ചരിച്ചു നോക്കട്ടെ എന്ന് പണിക്കർ കുട ചരിച്ച ആദ്യം പോകുമ്പോൾ കുട പോയി, പിന്നാലെ പണിക്കരും പോയി. അവിടെ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ എന്തേ പണിക്കർ നിങ്ങൾ എത്ര നേരമായി അവിടുന്ന് പോകേണ്ടത്, എന്തേ ഇങ്ങോട്ട് എത്താത്തതെന്ന്. അപ്പോൾ പണിക്കർ പറഞ്ഞു ചട്ടിപ്പോത്ത് വരുന്നുണ്ട് ഇപ്പോൾ, അല്ലെങ്കിൽ എപ്പോന്ന് ചോദിച്ചു.
പോത്ത് വന്ന കാരണം ഞാൻ ഇപ്പൊ വന്നു. പോത്ത് വന്നില്ലെങ്കിൽ ഞാൻ എപ്പോഴാ വരിക നിൽക്കുന്ന അറിയില്ല. തല ചെരിച്ച് കടത്തിയ പോത്ത് ചെരിച്ച് കടത്തിയപ്പോ അയക്ക് വെച്ചാൽ കൊടയിൽ ചെരിച്ച് കടത്താണ്ട് അതാണ് അതിന്റെ ഉപമയാണ്. ചട്ടിപ്പൂത്ത് വരുന്നുണ്ട് ഇപ്പോ, അല്ലെങ്കിൽ എപ്പോ. മനസ്സിലാവാത്തത് മനസ്സിലായി എന്ന് പറഞ്ഞാൽ മനസ്സിലായത് കൂടെ മനസ്സിലാവാത്ത ഇപ്പൊ കണ്ട മുഖത്ത് കണ്ട മനസ്സിലായതിന്റെ ശരി. അതാ പറഞ്ഞ 4 പല്ലെങ്കിലും കാണിച്ചാൽ മനസ്സിലാവും പറഞ്ഞത് അതാണ്. അതിനുദാഹരണം പറഞ്ഞതാ. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം രാവിലെ തൊട്ട് അടുത്ത ദിവസം രാവിലെ വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നല്ല രസമായിരുന്നു അത്. കാരണം അവർ അവരുടേതായ ഒരു ലോകത്ത്, കാരണം കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇപ്പോൾ വേറെ ആർക്കും ആ കാര്യങ്ങൾ പറഞ്ഞിട്ടെങ്കിൽ എത്ര പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും അത് മനസ്സിലാവില്ല അല്ലേ. അത് അനുഭവിച്ചിട്ടുള്ള അത് കൂടെ ആരാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മെമ്മറീസ് ഇങ്ങനെ ഷെയർ ചെയ്യണ സമയത്ത് അതിന് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് കൂടുതൽ അതിൻ്റെ ആ ഒരു ഇത് ഉണ്ടാവുക. അപ്പോൾ അവർ 3 പേരും കൂടി അമ്മമ്മയും കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ കഥകൾ പഴയ കാര്യങ്ങൾ പറയും ഒക്കെ ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക രസമായിരുന്നു. ശരിക്കും എന്താ പറയുക, എൻജോയ് ചെയ്യുമായിരുന്നു അവരത്. അപ്പോൾ അന്ന് ഞാൻ ആ വരപ്പിച്ച ഫോട്ടോ ഓർമ്മയില്ല എല്ലാവർക്കും, അമ്മയുടെ പിറന്നാളുണ്ട്. അപ്പോൾ അതിൽ അമ്മമ്മയും മുത്തശ്ശനും മാത്രമേ ഉള്ളൂല്ലോ, ചെറിയമ്മയും അമ്മാമ്മയും ഇല്ല. അപ്പോൾ അവരതിനെ പറ്റിയിട്ടുള്ള കമൻസ് അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ഫോട്ടോ നോക്കിയിട്ട്. അതാണ് ഇപ്പോൾ സംഭവം. അമ്മമ്മേ നീ ഇത് ഇവരെങ്ങോട്ട് കൂടിയാൽ നല്ല രസമല്ലേ? ഇവിടെ കൂടിക്കോട്ടെ എല്ലാരും കൂടെ കൂടിയിട്ട് ഇന്ന് എന്താ ഇന്ന് സന്തോഷം കൂടെ ഇന്ന് രാത്രി ഇവിടെ എന്താണ് എന്നുള്ളത് ദൈവത്തിനറിയാം. ആ ചിലപ്പോ അങ്ങനെ ഒരാളൊരു ഭാഗത്ത് ആണല്ലേ. ഒക്കെ കൂടി ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ എല്ലാരും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരേ ഇരിപ്പ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടി ഒരുപാട് കഥകളൊക്കെ പറയാനുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും കഥകളൊക്കെ പറഞ്ഞോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ കുക്കിംഗ് മുഴുവനായിട്ട് അന്ന് അങ്ങോട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്പെഷ്യലായിട്ട് ഗീ റൈസും ഗോബി മഞ്ചൂരിയനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോയിൽ അങ്ങനെ മുഴുവനായിട്ടൊന്നും ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇത് മാത്രം കാണിക്കുന്നുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ വേണം കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് എപ്പോഴെങ്കിലും ചെയ്യാം കേട്ടോ. ഇല്ല പാത്രം കാണില്ലല്ലോ. അമ്മ ഭക്ഷണം നല്ലായിരുന്ന പറഞ്ഞു. പാറു മിണ്ടല്ലോ. എല്ലാരും ഭക്ഷണം കഴിക്കല് കഴിഞ്ഞൂട്ടാ. അമ്മ പറയൂ, ഇന്നത്തെ റൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? റൈസേ സൂപ്പർ ആയിരുന്നു. അത്ര ടേസ്റ്റ് ഉള്ള റൈസ് അമ്മ കഴിച്ചിട്ടില്ല. എനിക്ക് വയ്യട്ട് ഭഗവാന്. അയ്യോ അടിപൊളി. അമ്മാവ ഒന്ന് ഉറക്ക പറയൂ. അതന്നെ എനിക്ക് കണ്ട ഒരു ചെമ്പ് നിറയെ ഉണ്ടാക്കി വെച്ചാൽ ഇനി ഇത് മാത്രമേ ബാക്കിയുള്ളൂ. അതെത്ര മാത്രമേ ബാക്കിയുള്ളൂ. അത് ആൾക്കാർക്ക് കഴിക്കുന്നുണ്ട്. പക്ഷേ അങ്ങോട്ട് തള്ളി പറിച്ചെടുത്തളി. ചേച്ചിയും കൂടി പറയണേ എങ്ങനെ ഉണ്ടായിരുന്നു റൈസും ഗോബി മഞ്ചൂരിയൻ? സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി ആടാ. പാത്രം കാലേ പ്രതു നീ പ്രതുകൂടിയും പറഞ്ഞേ. പ്രതു കഴിച്ചു കുറെ കഴിച്ചു അല്ലേ? അല്ല എനിക്കറിയാം അമ്മ ആദ്യമായിട്ട് പറയണേ.
ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മളെല്ലാരും കൂടി കൂടുമ്പോ അതിന്റെ ഒരു സുഖം. അപ്പൊ എനിക്ക് പണിയായി. ഇനി ആര് വരുമ്പോഴും അമ്മ എന്നോട് പറയും. അതല്ലേ ഞാൻ പറഞ്ഞത്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. അതന്നെ പറയാൻ പറ്റില്ല എന്റെ ഉള്ളിയച്ചാറ്. ശരി, അത് പറയാൻ വേണ്ടിട്ടപ്പോ ഞാൻ വന്ന്. അതല്ല കേട്ടോ, അമ്മയ്ക്ക് ഇഷ്ടം കൊണ്ട് അമ്മ എണീറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചും കൂടി റൈസ് എവിടെ എടുത്തിട്ടില്ലേ, റൈസ് എടുക്കാൻ വേണ്ടി എണീറ്റതാണ്. എന്നിട്ട് ഇപ്പൊ പറയാം ഉള്ളിയച്ചാറ് കഴിക്കാൻ വേണ്ടിട്ടാണ്. ഉള്ളിയച്ചാറ് കഴിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല. ഉള്ളിയച്ചാറ് എവിടെ, ഉള്ളിയച്ചാറൊക്കെ കഴിഞ്ഞിട്ടോ. ഇവിടെ എല്ലാം കഴിഞ്ഞ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. എല്ലാ പാത്രങ്ങളും കരിയായി. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സ്കൂളിലേക്ക് വൈകുന്നേരം വരെ ക്ലാസ്സുള്ളത് കൊണ്ട് തന്നെ ഫുഡ് കൊണ്ടുപോകണം. പക്ഷേ പാറുവിനും പൃഥുവിനും ചോറ് കൊണ്ടുപോകാൻ ഇഷ്ടമല്ല. അത് അങ്ങനെ ഖത്തറിൽ തൊട്ടേ അങ്ങനെ ശീലിച്ചിട്ടുള്ളതാണ്. കാരണം ചോറ് അവർ അവിടെ നിന്ന് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, അവിടെ ഉച്ചവരെ അല്ലേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയും ചോറ് കൊണ്ടുപോകാൻ അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതാണ് മിക്കവാറും കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ നമ്മളിത് മുന്നൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, വെള്ളപ്പമാണ്. നമ്മളിതിൻ്റെ വെള്ളപ്പം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കുറച്ച് പേർക്കിത് വേറെ ഇതായിരിക്കും, അവർക്ക് വെള്ളപ്പായിട്ട് തോന്നുന്നുണ്ടാവില്ല, എന്തോ എനിക്ക് അറിഞ്ഞൂടാ. നമ്മളിവിടെ ഇതിന് വെള്ളപ്പം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ. നമ്മളുടെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എന്താ എല്ലാവർക്കും തോന്നുന്നത്? നമ്മളെല്ലാവരുടെയും മനസ്സിൽ കാണും നമ്മളുടെ അച്ഛനമ്മമാരുടെ കൂടെയും കൂടെപ്പിറപ്പുകളുടെയൊക്കെ കൂടെ വളരെ ഫ്രീ ആയിട്ട് കുറച്ച് സമയം ഇരിക്കുക എന്നുള്ളത് അല്ലേ. അങ്ങനത്തെ ഒരു ആഗ്രഹം എത്ര ഇല്ല എന്ന് പറഞ്ഞാലും നമ്മളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ പല തിരക്കുകളായിട്ട് പലരും പല സ്ഥലത്തൊക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും ഇതിനായിട്ട് ഇങ്ങനെ കുറച്ച് സമയം കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഭയങ്കര രസമാണത്. കാരണം ഞാനത് നേരിട്ട് ഇപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ, ഭയങ്കര രസമാണ്. എല്ലാവരും കൂടി കുറച്ച് സമയം പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്തും പറഞ്ഞും സംസാരിച്ചും അങ്ങനെയൊക്കെ ആയിട്ട് നല്ലതാണ്. ശരിക്കും നമ്മൾ എല്ലാവരും തമ്മിലുള്ള ആ ഒരു ബോണ്ട് അത് എപ്പോഴും അതേപോലെ കീപ്പ് ചെയ്യാനും സ്ട്രോങ് ആവാനും ഒക്കെ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഭയങ്കര രസമാണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയല്ലോ കേട്ടോ, ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം.